ഇനി മുന്തിരിയിൽ ഒരു പരീക്ഷണം കൂടെ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. മുന്തിരി വെച്ചിട്ട് നമുക്ക് ഒരു ചമ്മന്തി അരച്ച് നോക്കാം. അപ്പം ഞാൻ കുറച്ച് മുന്തിരി എടുക്കട്ടെ. നമ്മളന്ന് ഉപ്പിലിടാൻ എടുത്തത് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം മുന്തിരി കുറച്ച് മതി, നമ്മൾ പുളിക്ക് പകരം ചേർക്കുന്നതാണ്. ഇത് നല്ല പുളിയുള്ള മുന്തിരിയാണ്. പഴുത്ത് കഴിയുമ്പോൾ മധുരം ഉണ്ട് കേട്ടോ. അത് ഇപ്പം നല്ല പച്ചയാണ്. കുറച്ച് മതി, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളേ. അപ്പം മുന്തിരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ നല്ല വെള്ള കാന്താരി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഉപ്പ്, കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ മുന്തിരിയുടെ ഉള്ളിലുള്ള സീഡെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചമ്മന്തി അരച്ച് ഞാൻ ഉള്ളി ചതച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ എരിക്ക് ആവശ്യത്തിനുള്ള കാന്താരി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാവേ. തേങ്ങയും കൂടി ചേർത്തിട്ട് ഞാൻ ചതച്ചെടുക്കുവാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഈ ഒരു അമ്മിയുടെ ആവശ്യമുള്ളൂ. ഇതൊരു ചെറിയ അമ്മിക്കല്ലാണ്, അതിനകത്താണ് ഞാൻ അരയ്ക്കുന്നത്. പക്ഷേ അത് നന്നായി അരയുന്നതാണ് കേട്ടോ. നമുക്ക് മീനിനൊക്കെ അരയ്ക്കാൻ പറ്റുന്ന ഒരു അമ്മിയാണ്. അപ്പം ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചോറും കൂടെ കൂട്ടി കഴിച്ച് നോക്കാം. അപ്പം ഞാൻ കുറച്ച് ചോറും അതുപോലെ തന്നെ നമ്മൾ അരച്ച ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. ചമ്മന്തി നല്ല കാന്താരി ഒക്കെ ഇട്ട് അരച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാം. കൊള്ളാം കേട്ടോ. നമ്മൾ പുളി വെച്ചൊക്കെ അരയ്ക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.